റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന അസംസ്കൃത എണ്ണയുടെ അളവ് വീണ്ടും വലിയ ചർച്ചയാകുകയാണ്. ജൂൺ മാസത്തിൽ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഇതുവരെ കാണാത്ത ഉയരത്തിൽ എത്തിയേക്കാമെന്നാണ് ഊർജ്ജ മേഖലയിലെ പ്രമുഖർ പറയുന്നത്. ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് റഷ്യൻ എണ്ണയുമായി എത്തിയ ടാങ്കറുകളുടെ എണ്ണം തന്നെ ഈ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണെന്ന് വിലയിരുത്തൽ. ഇത് വെറും എണ്ണ വാങ്ങലിന്റെ കഥ മാത്രമല്ല, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ, ഇന്ധനവില, സമ്പദ് വ്യവസ്ഥ, ലോകരാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഊർജ്ജ സാമ്പത്തിക വിദഗ്ധനും NGP എഞ്ചിനീയർ ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ ചീഫ് എക്കണോമിസ്റ്റുമായ അനസ് അൽഹാജിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. ജൂൺ മാസത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി റെക്കോർഡ് ഉയരത്തിലെത്തിയാൽ എനിക്ക് അത്ഭുതമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇന്ത്യൻ തുറമുഖത്തിൽ റഷ്യ എണ്ണ നിറച്ച ഇത്രയധികം ടാങ്കറുകൾ ഞാൻ മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പങ്കുവച്ച ഭൂപടത്തിലും ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്ക് റഷ്യ എണ്ണയുമായി നിരവധി ടാങ്കറുകൾ എത്തിയതിന്റെ ചിത്രം വ്യക്തമായിരുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും തുടർച്ചയായി എണ്ണ എത്തുന്ന സാഹചര്യം ഇതിലൂടെ കാണുവാനാകും. ഈ റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഒരു ചോദ്യം വീണ്ടും ഉയരുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും വലിയ തോതിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത്? അതിന് പിന്നിൽ പ്രധാനമായും സാമ്പത്തിക കാരണങ്ങളാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് മേൽ നിരവധി പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഇതോടെ റഷ്യയ്ക്ക് പുതിയ വിപണികൾ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ എണ്ണ കയറ്റുമതി തുടങ്ങിയത്. വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ റഷ്യ എണ്ണ നൽകാൻ തയ്യാറായതോടെ ഇന്ത്യൻ കമ്പനികളും ഈ അവസരം ഉപയോഗപ്പെടുത്തി. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിച്ചതോടെ ശുദ്ധീകരണ കമ്പനികളും ചെലവ് കുറയ്ക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്തു. സെന്റർ ഫോർ റിസർച്ച് ഓഫ് എനർജി ആൻഡ് ക്ലീൻ എയറിന്റെ റിപ്പോർട്ട് പ്രകാരം മെയ് മാസത്തിൽ റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളുടെ ലോകത്തിലെ രണ്ടാമത്തെ വാങ്ങുന്ന രാജ്യമായി ഇന്ത്യ തുടരുകയാണ്. മെയ് മാസത്തിൽ മാത്രം ഇന്ത്യ ഏകദേശം $6.7 ബില്യൺ മൂല്യമുള്ള റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളാണ് വാങ്ങിയത്. ഇതിൽ ഏറ്റവും വലിയ പങ്ക് അസംസ്കൃത എണ്ണയ്ക്കാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്ത ഊർജ്ജ ഉൽപ്പന്നങ്ങളിൽ ഏകദേശം 83% ക്രൂഡ് ഓയിൽ ആയിരുന്നു. ബാക്കിയുള്ളത് എണ്ണ ഉൽപ്പന്നങ്ങളും കൽക്കരിയുമാണ്. റിപ്പോർട്ടിൽ മറ്റൊരു പ്രധാന വിവരവുമുണ്ട്. മെയ് മാസത്തിൽ ഇന്ത്യയുടെ ആകെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി മുൻ മാസത്തേക്കാൾ 8% വർദ്ധിച്ചു. എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ മാത്രം 21% ഉയർന്നു. അതായത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് റഷ്യയിൽ നിന്നുള്ള വാങ്ങൽ വളരെ വേഗത്തിലാണ് വർദ്ധിച്ചത്. ഈ മാറ്റം ഏറ്റവും വ്യക്തമായി കാണുന്നത് ഇന്ത്യയിലെ വലിയ റിഫൈനറികളിലാണ്. ഗുജറാത്തിലെ വാഡിനാർ റിഫൈനർ റഷ്യൻ എണ്ണയുടെ വരവ് ഏപ്രിലിനെ അപേക്ഷിച്ച് 36% വർദ്ധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി സ്ഥലങ്ങളിൽ ഒന്നായി ജാംനഗറിലും റഷ്യ എണ്ണയുടെ വിതരണം 14% കൂടി. സർക്കാർ ഉടമസ്ഥയിലുള്ള റിഫൈനറികളും വാങ്ങാൻ വർദ്ധിച്ചിട്ടുണ്ട്. കർണാടകയിലെ ന്യൂ മംഗളൂരു റിഫൈനറിക്ക് എത്തിയത് റഷ്യൻ എണ്ണ മെയ് മാസത്തിൽ 13% കൂടി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം റിഫൈനറികളിൽ ഈ വർധനവ് 14% ഒഡീഷയിലെ പാരാദീപ് റിഫൈനറിയും കഴിഞ്ഞ 2 വർഷത്തിനിടെ റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ അളവ് ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യയുടെ ഊർജ്ജ നയത്തിൽ വലിയ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യ പ്രധാനമായും എണ്ണ വാങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് റഷ്യ ഇന്ത്യയുടെ പ്രധാന വിതരണക്കാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. ഇതിന് മറ്റൊരു പ്രധാന കാരണവുമുണ്ട്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാണ്. രാജ്യത്തിന് ആവശ്യമായ എണ്ണയുടെ വലിയൊരു പങ്കും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് എത്തുന്നത്. ആയതിനാൽ എവിടെ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നുവോ അവിടെ നിന്ന് വാങ്ങുക എന്നതാണ് ഇന്ത്യയുടെ സമീപനം. റഷ്യയിൽ നിന്നുള്ള വിലക്കുറവുള്ള എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യൻ റിഫൈനറികൾക്ക് വലിയ നേട്ടമാണ് ലഭിച്ചത്. കുറഞ്ഞ ചെലവിൽ എണ്ണ ശുദ്ധീകരിച്ച് ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റാനും വിദേശത്തേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനും സാധിച്ചു. അതേസമയം ലോകരാഷ്ട്രീയത്തിലും ഈ വ്യാപാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. എന്നിരുന്നാലും ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം തുടർന്നു. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കാണ് ആദ്യ പരിഗണന. ഇന്ത്യയിലേക്ക് ആവശ്യമായ ഇന്ധനം ലഭ്യമാക്കുകയും സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ലോകവിപണിയിലെ കണക്കുകളും ഇതേ ചിത്രം തന്നെയാണ് കാണിക്കുന്നത്. റഷ്യയുടെ അസംസ്കൃത എണ്ണ കയറ്റുമതിയിൽ ഏറ്റവും വലിയ പങ്ക് ഇപ്പോൾ ചൈനയ്ക്കാണ്. ഏകദേശം 50% എണ്ണയും ചൈനയാണ് വാങ്ങുന്നത്. 2ാം സ്ഥാനത്താണ് ഇന്ത്യ. റഷ്യയുടെ എണ്ണ കയറ്റുമതിയിലെ ഏകദേശം 36% ഇന്ത്യയിലേക്കാണ് എത്തുന്നത്. അതിനുശേഷം തുർക്കിയും യൂറോപ്യൻ യൂണിയനും മറ്റു ചില രാജ്യങ്ങളും വരുന്നു. ഇന്ത്യയുടെ എണ്ണ ആവശ്യകത വരും വർഷങ്ങളിലും വർദ്ധിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആയതിനാൽ കുറഞ്ഞ വിലയ്ക്ക് സ്ഥിരമായി എണ്ണ ലഭിക്കുന്ന രാജ്യങ്ങളുമായി ഇന്ത്യ കൂടുതൽ വ്യാപാര ബന്ധം ശക്തമാക്കാൻ സാധ്യതയുണ്ട്. ജൂൺ മാസത്തിലെ കണക്കുകൾ ഔദ്യോഗികമായി പുറത്തു വരാനുണ്ടെങ്കിലും ഇന്ത്യ തുറമുഖങ്ങളിലെ ടാങ്കറുകളുടെ എണ്ണവും റിഫൈനറികളിലെ വാങ്ങൽ വർധനയും കണക്കിലെടുക്കുമ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പുതിയ റെക്കോർഡിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ കരുത്ത് നൽകുന്ന വാർത്തയായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഈ പുതിയ കണക്കുകൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.